ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ഒരുപാടിട്ട് അടിക്കുകയാണ് കേട്ടോ CKCയെ ഗൗതം. ഇതെല്ലാം പുറത്ത് നിർമ്മല നിന്ന് കാണുകയാണ്. ഈ സമയം CKC പറയുന്നുണ്ട്, നീ എന്ത് വീഡിയോ കോൾ ഓണാക്കിയാലും ക്യാമറ ഓണാക്കിയാലും ഞാൻ ഒരിക്കലും പറയില്ലടാ, ഈ പറയുന്ന പ്രണവിനെ ഞാനാണ് തട്ടിക്കൊണ്ടുപോയതെന്നുള്ള സത്യം ഞാൻ പറയില്ല എന്ന് പറയണം കേട്ടോ. ഇതേ സമയം പറയിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന വടിയെടുത്ത് ഒരുപാട് തലങ്ങും വെല്ലങ്ങും ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. തനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കണ്ട് നിർമ്മലക്ക് സങ്കടമാവുകയാണ്. സ്വന്തം അച്ഛനെയാണ്, ക്രൂരനാണെങ്കിലും സ്വന്തം അച്ഛനെയാണ് ഗൗതം അടിക്കുന്നതെന്ന് ഗൗതമിന് അറിയില്ലല്ലോ ഈശ്വര എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം തലങ്ങും വെല്ലങ്ങും മാറാതെ നിട്ടടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും CKC ആകെ തളരുകയാണ്. CKC വെള്ളം ഒരുറ്റ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം തരുമോ, എനിക്കൊരു തുള്ളി വെള്ളം തരുമോ എന്ന് പറഞ്ഞിട്ട് CKC അലറി കരയുമ്പോൾ ഉടൻ തന്നെ നിനക്ക് വെള്ളം വേണ്ടത് എന്നാൽ ഞാൻ തരാടാ എന്ന് പറഞ്ഞിട്ട് ഗൗതം പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ആ സമയം നിർമ്മല പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയാണ്. പക്ഷെ ഗൗതമിൻ്റെ കണ്ണിൽ ഒരു ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഗൗതം വണ്ടിയിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ അവിടെ ഒരു ബാക്കിൽ ഒരു ഓട്ടോ നിൽക്കുന്നുണ്ട്, നിർമ്മല വന്ന ഓട്ടോ. പക്ഷെ അതൊന്നും ഗൗതമിന് ആ ഭ്രാന്ത് പിടിച്ച സമയത്ത് കണ്ണിൽ കാണാതെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം അവിടെ നിന്നും വെള്ളത്തിന് പകരം കുറേ ഫയൽ, അതായത് കുറേ പേപ്പേഴ്സുകൾ എടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് CKCയോട് പറയണേ, നീ മരണം മുന്നിൽ കണ്ടിട്ടും ചാവാറായിട്ടും നിനക്ക് സ്വത്തിനോടുള്ള ഭ്രമമാണല്ലോ, നീ എൻ്റെ അനിയനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്തിനാടാ, എൻ്റെ കുടുംബം തകർക്കാൻ നോക്കുന്നത് എന്തിനാടാ, എൻ്റെ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ ഇതെല്ലാം എൻ്റെ സ്വത്തിൻ്റെ കോപ്പിയാണ്, എന്നാൽ തിന്നോ എന്ന് പറഞ്ഞിട്ട് CKCയുടെ വായിലോട്ട് കുത്തിത്തിരികയാണ് കേട്ടോ. ഈ സമയം നിർമ്മലക്ക് പേടി വരികയാണ്. ഈശ്വര, ഗൗതം അല്ലാതായി മാറിപ്പോകുന്നു. ഇവൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എൻ്റെ മോന് ജയിലിലാവും, ഇയാളെ കൊന്ന, ഈ വൃത്തികെട്ടവനെ കൊന്ന എൻ്റെ മോന് ജയിലിലാവുമല്ലോ എന്നൊക്കെ എന്നെ ചിന്തിക്കുകയാണ്. ആ സമയം CKC പറയണേ, നീ എത്ര എന്നെ അടിച്ചിട്ടും കൊന്നിട്ടും കാര്യമില്ലടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ കേട്ടഴിച്ചടിക്കടാ എന്ന് പറയുമ്പോൾ പിന്നീട് ഗൗതമിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോഴേക്കും ഗൗതം ആ കെട്ടുകളൊക്കെ അഴിച്ചിട്ട്, എന്താടാ നീ എന്നെ ചെയ്യടാ നിന്റെ കെട്ടഴിച്ച് ഇനി നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഗൗതമിനെ അടിക്കാൻ CKC കൈ പൊക്കുമ്പോഴേക്കും വീണ്ടും കരണക്കുറ്റി നോക്കിയും തലങ്ങും വെല്ലങ്ങും ഇട്ട് അടിക്കുകയാണ് കേട്ടോ. മുഖത്തൊക്കെ പിടിച്ചിടിക്കുകയാണ്. അങ്ങനെ CKCയുടെ നെറ്റിയിലും കവിളിലൊക്കെ ഇടിച്ച പാടുകളായി തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും അടിക്കുകയാണ്. അങ്ങനെ വീണ്ടും CKC വെല്ലുവിളിക്കുകയാണ്, നീ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്താലും, ഞാൻ എന്ത് ചെയ്താലും നിൻ്റെ കുടുംബത്തെ ഞാൻ നശിപ്പിക്കൂടാ, നിൻ്റെ കമ്പനി എല്ലാം ഞാൻ നശിപ്പിക്കൂടാ, പ്രണവിനെ ഞാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ ആ ലക്ഷ്യത്തോടു കൂടി നടക്കും, നീ എന്ത് വെർച്ചറി കേസോ എന്ത് മണ്ണാങ്കട്ട കേസും നീ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും അത് നടക്കില്ലടാ എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഗൗതമിന് വീണ്ടും ദേഷ്യം പിടിച്ച് അടി തുടങ്ങുകയാണ്. അപ്പോഴേക്ക് ഈ നിധിയെ കാണുന്നില്ല. ഈശ്വര, ഇനി എന്തൊക്കെയാണോ ഉണ്ടാവാൻ പോകുന്നത്, ഈ നിധി എങ്ങോട്ടാ പോയത്, നിധി വരുന്നില്ലല്ലോ എന്നാ ഭയപ്പാടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കാണാൻ നിധി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്ന കേട്ടോ. അപ്പം നിധി പുറത്തോട്ട് കേൾക്കുന്നുണ്ട് ഈ അടിയുടെ ശബ്ദം. അപ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയണ, നിധി നീ പെട്ടെന്ന് ചെല്ല്, അങ്ങോട്ടേക്ക് ചെല്ല്, അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് ഉറപ്പാണ്, അതുകൊണ്ട് നീ പെട്ടെന്ന് ചെല്ലെന്ന് പറയണം കേട്ടോ. ഈ സമയം ഈ വാക്കുകൾ അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ നിധി ഓടിച്ചില്ലാണ്. അപ്പോഴേക്കും ഗൗതം CKCയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ് കേട്ടോ. നീ ഇനി ജീവിക്കണ്ട, നീ ഇനി മരിക്കണം എന്നൊക്കെ പറഞ്ഞ് CKCയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന സമയത്ത് നിധി ഓടിച്ചെന്ന്, CKC നീ എന്താണ്, ഗൗതം നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ എന്താ ഈ ചെയ്യുന്നത്, എന്താണ് അതിര് വിട്ട് കളിക്കുന്നത്, നീ എന്താ ഈ കാണിക്കുന്നത്, ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച് നീ ജയിലിൽ പോയി കിടക്കണ്ടേ, നീ കൊലയാളിയായില്ലേ എന്നൊക്കെ ഗൗതമിനോട് പറയുമ്പോൾ ഗൗതം ആ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും കൊടുക്കാതെ CKCയെ പിടിച്ചമർത്തുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നിധി വേറെടുത്താൻ നോക്കുന്നുണ്ട്. അതേസമയം നിർമ്മലയാണെങ്കിൽ ഇതെല്ലാം കണ്ട്, ഈശ്വര എനിക്കാണെങ്കിൽ അടുത്തോട്ട് പോകാനും കഴിയുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ നിധി ഗൗതം വിട് എന്ന് പറഞ്ഞ് വേറെടുത്താണ് കേട്ടോ. ഇതോടുകൂടി CKC അങ്ങ് വിട്ടുകൊടുക്കണം. ഇവനെ പോലെ വൃത്തികെട്ടവനെ കൊന്നിട്ടൊന്നും എൻ്റെ ഗൗതം ജയിലിൽ പോവേണ്ടതല്ല, എൻ്റെ ഗൗതം ഒരിക്കലും ജയിലിൽ പോവരുത്, ഇവനെ പോലെ വൃത്തികെട്ടവന് വേണ്ടി എൻ്റെ ഗൗതം ജയിലിൽ പോവരുത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഈ വാക്കുകളൊക്കെ കേട്ട ഉടൻ തന്നെ ഗൗതം അങ്ങ് പിടിവിടുകയാണ്. എന്നിട്ട് ഗൗതമിനോട് പറയണേ, എടാ വൃത്തികെട്ടവനെ, നിനക്ക്
ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് സി കെ സിയോട് പറയണം നിധി, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ, ഗൗതമിൻ്റെ മുന്നിൽ ഇപ്പം നിന്നെ കിട്ടിയാൽ കൊല്ലാനും മടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സി കെ സി പറയണേ, ഇവൻ എന്ത് കളിച്ചിട്ടും നീയും നിന്റെ ഭർത്താവ് എന്ത് കളിച്ചില്ല വെർജറി കേസുമായി മൂവ് ചെയ്താൽ അതിനുള്ള ഒരു തെളിവ് എന്നിൽ നിന്ന് കിട്ടില്ല, അതിനുവേണ്ടിയാണ് എന്നെ ഇവിടെ കെട്ടിവിട്ട് ആക്രമിച്ചതെങ്കിലും ഒരു തെളിവും കിട്ടില്ല എന്ന് പറയട്ടെ. അപ്പോഴേക്കും ഗൗതമിന് വീണ്ടും ദേഷ്യം പിടിക്കണേ. ഈ സമയം ജ്യോതിർമയിയാണ് കാണിക്കുന്നത്. ജ്യോതിർമയി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ജ്യോതിർമയി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വര, ഈ മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടിയാണ് പറയുക? അപ്പോൾ ഈ സമയം അവർ പറയാണ്, അല്ല മീറ്റിംഗ് ഒക്കെ അടിപൊളിയായി നടത്തി, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ മീറ്റിങ്ങിൽ ഒപ്പിടേണ്ടതുണ്ടല്ലോ ഫയൽസിലൊക്കെ, അപ്പോൾ അതിന് സി കെ സി ഇതുവരെ എത്തിയില്ല, അപ്പോൾ ഉടനെ ഞാൻ വിളിച്ച് നോക്കട്ടെ, അങ്ങനെ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് സി കെ സിയുടെ ഫോണിലോട്ട് ജ്യോതിർമയെ വിളിക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം ജ്യോതിർമയി വിളിക്കുന്ന സമയത്ത് സി കെ സി തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കണം. ഹോ, ഇയാളുടെ പൊന്നാര ഭാര്യയാണ് വിളിക്കുന്നത് എന്നപ്പോഴേക്കും ഗൗതം പറയുമ്പോൾ നിധി ആ ഫോൺ തട്ടിപ്പറിക്കുകയാണ് കേട്ടോ. ഇതേസമയം നിധിയുടെ കയ്യിൽ നിന്ന് അത് മേടിക്കാൻ സി കെ സി ശ്രമിക്കും, പക്ഷെ അതിനുള്ള ജീവനൊന്നും സി കെ സിക്ക് ഇല്ലാതായിരിക്കുന്നു. അത്ര അടി കിട്ടിയിരിക്കുന്നു ഗൗതമിൻ്റെ കയ്യിൽ നിന്നും. അങ്ങനെ നിധി ഈ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഹലോ സി കെ സി, നിങ്ങൾ എവിടെ, എത്ര നേരമായി മീറ്റിംഗ് തുടങ്ങിയിട്ട് ഇതിൽ ഒപ്പിടണ്ടേ, നിങ്ങൾ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതിർമയി അങ്ങ് ചൂടാകുമ്പോൾ, അതെ ഇത് സി കെ സി അല്ല, ഇത് വേറൊരാളാണ്, നീ ആരുടെ സി കെ സിയുടെ ഫോൺ എടുക്കുക, എങ്ങനെ നിന്റെ ഫോൺ സി കെ സിയുടെ കയ്യിലെത്തി? അപ്പോൾ ഉടൻ തന്നെ നിധി പറയണേ, എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലായില്ലേ? അത് കേൾക്കുന്നതിനോട് കൂടി ഈശ്വര, ഇത് നിധിയാണല്ലോ, എങ്ങനെയാണ് നിധി നിൻ്റെ കയ്യിൽ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ കിട്ടി? അതൊരു ചോദ്യം തന്നെയാണ്, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തായാലും വീഡിയോ കോളിൽ വാ, അപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആ ഒരു ഫോൺ എങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ജ്യോതിർമയി അവിടെ നിന്നും ആ ഒരു മീറ്റിംഗ് ഹാളിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുകയാണ്. പിന്നീട് ഒന്നും നോക്കില്ല, വീഡിയോ കോളിൽ വിളിക്കുകയാണ്. വീഡിയോ കോളിൽ വിളിച്ച പാട് ജ്യോതിർമയി കാണുന്ന കാഴ്ച തൻ്റെ ഭർത്താവിനെ ഇടിച്ച് പരുവമാക്കിയിരിക്കുന്ന ആ ഒരു രൂപമാണ് കേട്ടോ. സി കെ സി, നിനക്ക് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയണം, ഞാൻ പറയാം, ഗൗതമിൻ്റെ കയ്യിൽ കിട്ടിയതാണ്. ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ നീയും നിൻ്റെ ഭർത്താവും കൂടി എല്ലാ കേസിൻ്റെ തെളിവുകളും നശിപ്പിക്കുമ്പോൾ സത്യങ്ങൾ വെളിപ്പെടുത്താനും അതുപോലെ തന്നെ പ്രണവിനെ നിങ്ങളുടെ കസ്റ്റഡി നിർത്തിയതിനു വേണ്ടിയിട്ടാണ് ഇയാളെ മർദ്ദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഭർത്താവിനെ വേണമെങ്കിൽ നീ പെട്ടെന്ന് പ്രണവിനെ വിടാൻ നോക്ക്, നീ നിന്റെ ഭർത്താവ് എന്ന് പറയട്ടോ നിധി. അപ്പോൾ ഈ സമയം ജ്യോതിർമയി പറയാണ്, എൻ്റെ ഭർത്താവിനെ നിങ്ങൾ ആക്രമിക്കുക സി കെ സി, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലേ? ഇയാളെ കൊണ്ട് ചെയ്യാൻ പോയിട്ട് ഒന്ന് നടക്കാൻ പോലും കഴിയില്ല ഇനി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിന്റെ ഭർത്താവിനെ നിൻ്റെ അരികിലോട്ട് വിടാം, എൻ്റെ പ്രണവിനെ മര്യാദക്ക് വീട്ടിലോട്ട് വിട്ടോ എന്ന് പറയട്ടോ. ഇതേ സമയം ജ്യോതിർമയി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ജ്യോതിർമയിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ സി കെ സി പറയണ, ഒരിക്കലും ഞാൻ പ്രണവിനെ വിട്ടുതരില്ല. അപ്പോഴേക്കും വീണ്ടും അടിക്കുകയാണ് കേട്ടോ ഗൗതം. ഇതേ സമയം ഫോൺ പെട്ടെന്ന് നിധി കൊടുത്തിട്ട്, നീ ഇവിടെ നിന്ന് പോയിക്കോ, അതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഇവൻ്റെ ഈ നിൽക്കുന്ന ഗൗതമിൻ്റെ കൈ കൊണ്ട് നീ ചാവെന്ന് പറഞ്ഞിട്ട് സി കെ സി അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് കേട്ടോ. ഈ സമയം സി കെ സി ഫോൺ കിട്ടിയ പാടെ അവിടെ നിന്ന് പോവാണ്. ഇതേസമയം നിധി ചോദിക്കുകയാണ്, എന്തിനാ ഗൗതം വെറുതെ ആവശ്യമില്ലാതെ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സി കെ സിയെ പോലെയുള്ള ഒരാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമുക്ക് നമ്മുടേതായ വഴി തിരഞ്ഞെടുത്താൽ പോരെ. ഞാൻ ഈ സമയം ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താ? ഗൗതം അതെന്താ ചിന്തിക്കാത്ത എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എനിക്ക് അയാളെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ അച്ഛൻ ആരാന്ന് പറഞ്ഞ്, അച്ഛനില്ലാത്തവൻ എന്ന് പറഞ്ഞ് അയാൾ എന്നെ അപമാനിക്കും, എനിക്കുണ്ടാവുന്ന ആ ദേഷ്യമുണ്ടല്ലോ, അതും എൻ്റെ കുടുംബത്തെ തകർക്കാൻ നോക്കി ആ ദേഷ്യമുണ്ടല്ലോ, അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഞാൻ അവൻ്റെ അണ്ണാക്കിലോട്ട് അവൻ്റെ സ്വത്തിനോടുള്ള ആ ഒരു ഭ്രമം, അതിൻ്റെ കോപ്പികളെല്ലാം എടുത്ത് കുത്തിത്തിരുക്കി കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ കേട്ട് നിർമ്മല പുറത്ത് നിൽക്കണം. അപ്പോൾ നിധിയോട് ചോദിക്കുകയാണ്, ഗൗതം നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ ഇവിടെയാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലായി? അപ്പോൾ ഉടൻ തന്നെ നിധി തപ്പിപ്പിടിക്കുകയാണ്. ഈശ്വര, നിർമ്മല അമ്മയെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സമയം, അത് ഗൗതം ഇത് നമ്മുടെ കമ്പനിയല്ലേ, പഴയ കമ്പനിയിൽ ഇവിടെ ഏതൊരു അമ്മ നീ ഇങ്ങോട്ടേക്ക് പോകുന്നതും ഒരാളെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്നതും ഗൗതം താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്നതും കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ വിളിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഓടി വന്നതാണെന്ന് പറയുന്നത് കേട്ടോ. ഓ അങ്ങനെയായിരുന്നോ, എന്നാൽ നമുക്ക് പോവാം, എനിക്ക് പെട്ടെന്ന് മീറ്റിങ്ങിന് പോകാനുണ്ട്, നിനക്ക് ബാങ്കിലോ അങ്ങനെ എന്തോ നീ പറഞ്ഞല്ലോ. ഓ ഉണ്ട്, എന്നാൽ പോവാന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തിറങ്ങുമ്പോൾ നിർമ്മല പെട്ടെന്ന് ഒരു മരത്തിൻ്റെ സൈഡിലോട്ട് ഒളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗൗതം പുറത്തിറങ്ങുമ്പോഴാണ് 2 ഓട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ നിധിയോട് ചോദിക്കുന്നത് ചെയ്ത ഓട്ടോ, അത് പിന്നെ ഞാൻ വന്ന ഓട്ടോ ആണ്, ക്യാഷ് കൊടുത്ത് വിടട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി ക്യാഷ് കൊടുക്കാൻ കേട്ടോ. അല്ല വേറൊരു ഓട്ടോയും കൂടി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, അത് പിന്നെ
ആ ഓട്ടോ ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും, ഗൗതം എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ വണ്ടിയിൽ കയറി പോവാണ് കേട്ടോ. ഇതേ സമയം നിർമ്മല ഇങ്ങനെ നോക്കുന്നുണ്ട്, നിർമ്മലയെ കണ്ടിട്ടില്ല ഗൗതം. പിന്നീട് ജ്യോതിർമയുടെ അടുത്തോട്ട് ഒരു ഓട്ടോ പിടിച്ച് CKC പോകുന്ന രംഗാണ്. ജ്യോതിർമയുടെ അടുത്തെത്തിയ CKCയെ ജ്യോതിർമയെ അങ്ങ് കൊല്ലാകൊല ചെയ്യാണ്. താനൊരാണാടോ, താൻ ആ ഗൗതമിൻ്റെ മുന്നിൽ തോറ്റ് തുന്നം പാടി എൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്, തന്നെ എന്തിനാടോ പറ്റുക, താൻ എന്തിനാടോ എൻ്റെ മുന്നിലോട്ട് വന്നത്, നാണം കെട്ടവനെ, ഒരാണല്ലേ, അവനെ തിരിച്ചടിക്കാനുള്ള കഴിവുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ സത്യവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കഥ അവസാനിക്കാറായിട്ടുണ്ട്. ഇനി അധികം എപ്പിസോഡൊന്നും ഇല്ല, 10, 50, 60 എപ്പിസോഡൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അങ്ങനെ മകൻ ആണെന്നുള്ള സത്യം ഇപ്പം അടുത്തറിയുന്നുണ്ട് കേട്ടോ. ജ്യോതിർമയി അല്ല, CKC അറിയുന്നുണ്ട്. അതോടുകൂടി CKC നല്ലൊരു മനുഷ്യനാവുന്ന ഒരു രംഗം നമുക്ക് മുന്നിൽ കാണാം ഇനി.